അൻവർ ടെലിഫോണിൽ പ്രതികരിക്കാനുണ്ട്. ശ്രീ പി വി അൻവർ, ഇപ്പോൾ താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പ മുമ്പ് ഇട്ടു ആദ്യത്തെ വിക്കറ്റ് വീണു എന്ന്. അപ്പോൾ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയിൽ ആദ്യ പ്രതികരണം ഒന്ന് പറയൂ, അതിനുശേഷം അടുത്ത ചോദ്യമാകാം. എന്ത് പ്രതികരിക്കാനാണ്? ഇതൊന്നും നടക്കില്ല എന്നല്ലേ ജനം പറഞ്ഞുകൊണ്ടിരുന്നത്. നടക്കുമെന്നുള്ളത് ഇപ്പൊ ജനത്തിന് ബോധ്യപ്പെട്ടില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശക്തമായ നിലപാടും നടപടികളും ഉള്ള വ്യക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു അനുയായിയും ഒരു സഖാവുമാണ് ഞാൻ. ആ പ്രതീക്ഷയാണ് ഞാൻ ജനങ്ങളിൽ പങ്കുവച്ചത്. അതിന്റെ ആദ്യത്തെ തെളിവ് ഇതാ വന്നു കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് നോക്കാം. അടുത്ത ഊഴമാർക്കാണ് അടുത്ത ഊഴ നമുക്ക് നോക്കാം. ഈ അടുത്ത ഊഴത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞില്ലേ? വി വിൽ സീ. ഗോഡ് ഈസ് ദേർ ഓൾവേസ്. പി വി അൻവർ, താങ്കൾക്കിപ്പോൾ പാർട്ടിയിൽ വലിയ സ്വാധീനം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ താങ്കൾ അതിന് പ്രത്യേകം ശ്രമിച്ചു എന്നല്ല, താങ്കൾ ഈ നടത്തുന്ന പ്രവർത്തനത്തെ ഒരു വിപ്ലവമായി തന്നെ താങ്കൾ പറഞ്ഞു പോയൊരു വാചകമാണ്. പാർട്ടി സഖാക്കൾ ഇപ്പോൾ കരുതുകയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അതിഥിയായി പോലും പി വി അൻവറിനെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണത്രേ. അയ്യോ, എന്നെ കഷ്ടത്തിലാക്കരുത്. അങ്ങനെയൊന്നും യാതൊരു ഉദ്ദേശം ഈ വിഷയത്തിലില്ല. സത്യത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നു എന്നുള്ള വിവരം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെ വാർത്ത കാണുമ്പോഴാണ്. പക്ഷെ താങ്കൾ ആദ്യത്തെ വെടിപൊട്ടിക്കുമ്പോൾ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി. അതെ അതെ, എനിക്കറിയില്ല. ഇതെന്താ അറിയോ, എത്ര സത്യം പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാത്തൊരു കാലമായി പോയി. എന്ത് ചെയ്യാനാ? സത്യം എന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയം പൊളിച്ച് കാണിച്ചു കൊടുത്താൽ അതല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലായിപ്പോയി നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഒരു വിഷമം സത്യത്തിൽ ഈ വിഷയത്തിൽ ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. എനിക്കറിയില്ല സത്യത്തിൽ. പ്ലീസ്, ഇപ്പൊ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല അൻവർ. അപ്പോൾ താങ്കൾ പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ട ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടി എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഒന്നിലധികം ആരോപണങ്ങൾ ഉണ്ടല്ലോ ഈ സുജിദാസിനെതിരെ. അല്ല, ഈ വിഷയത്തിൽ എന്നെ അങ്ങേയറ്റം സഹായിച്ച റിപ്പോർട്ടറാണല്ലോ. ഒരു വാർത്താ ചാനലിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം അത് പരിപൂർണമായും സത്യസന്ധമായി ഈ വിഷയത്തിൽ ഏറ്റെടുത്തൊരു ചാനലാണ് റിപ്പോർട്ടർ. ഞാൻ നിങ്ങൾക്ക് സല്യൂട്ട് ചെയ്യണം ആ കാര്യത്തിൽ. അതെന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കാ. നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ വിഷയം തീരുന്നവരെ നിങ്ങൾ നിൽക്കണം. അതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഉറപ്പായിട്ടും. ശ്രീ പി വി അൻവർ, ഇതിൽ അടുത്ത പ്രതീക്ഷ എന്താണ്? ഇതിനപ്പുറം നടപടികളിലേക്ക് കടക്കുമോ, അതോ ഈ സുജിത് ദാസിൽ നിൽക്കുമോ? നാളെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു നടപടി എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ന് സംശയിക്കാമോ? ഞാനൊരു മിനിറ്റ് പറഞ്ഞോട്ടെ, സമയം ഉണ്ടാവുമല്ലോ. ഓ, പറയൂ. ഒന്നാമത്, എന്റെ ഡിക്ഷണറിയിൽ നിരാശ എന്ന വാക്കും നന്ദികേട് എന്ന വാക്കും എന്റെ ഡിക്ഷണറിയിൽ നിന്ന് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായിരിക്കണം. എനിക്ക് അങ്ങനെ ഒരു വാക്കേ ഇല്ല. സത്യത്തിൽ അപമാനം ആഘോഷമാക്കിയവനാണ് ഞാൻ. നിങ്ങൾക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്റെ പാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ സത്യസന്ധമായ അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ MLA ആയി 6 മാസമോ 8 മാസമോ കഴിയുമ്പോൾ, കാരണം ഞാൻ MLA ആകുന്നതിന്റെ എത്രയോ മുമ്പുള്ള എന്റെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഈ പറയുന്ന വിവരാവകാശവും മറ്റും ഹൈക്കോടതിയിലെ റിട്ട് പെറ്റീഷനുകളൊക്കെ വന്നത്. ആ പത്രപ്രവർത്തകരെ ഈ പറയുന്നതല്ല ശരിയെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആത്മാർത്ഥമായി ഞാൻ മലപ്പുറത്ത് അന്നൊരു യോഗം പ്രസ് കോൺഫറൻസ് വിളിച്ചിരുന്നു. ആ പ്രസ് കോൺഫറൻസ് പ്രസ് ക്ലബിലാണ് പോയിട്ട് ഞാൻ ആ മീറ്റിംഗ് നടത്തിയത്. അന്ന് ഞാൻ ഈ കാര്യങ്ങൾ വഴി ഓരോന്നും ഞാൻ വിശദീകരിച്ചു. അവരോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് സ്ഥിതി, ദയവായി നിങ്ങൾ വരൂ, ഈ പറയുന്ന കക്കാടംപൊയിലേക്ക് നിങ്ങൾ അന്വേഷിക്കൂ. ഞാൻ വെള്ളം കൂടി മുട്ടിച്ചു എന്ന് പറയുന്ന ആദിവാസി കോളനിയിൽ നിങ്ങൾ പോകണം, അവരോട് നിങ്ങൾ സംസാരിക്കണം, ഈ പറയുന്ന വാർത്തയിൽ വല്ല വസ്തുതയുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഞാൻ ആവശ്യപ്പെട്ടതാ. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ബസ് വിളിക്കാം, 19 പേരുണ്ട്, നിങ്ങൾ ആ ബസ്സിൽ കയറി വരൂ, നമുക്ക് പോകാം. അപ്പോ പല പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, അങ്ങനെ വന്നാൽ ഇതിന്റെ സത്യം പുറത്തു വരൂലേ എന്നല്ലേ, നിങ്ങൾക്കിത് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര അപമാനിതനായി എനിക്ക് തോന്നിയിരുന്നു. ഹലോ, കേൾക്കാം. അപ്പോൾ ഇപ്പോൾ കാലം നൽകിയ മറുപടി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ എനിക്കത് വലിയ ഒരു മാനസിക പ്രയാസവും വിഷമവും അപമാനവും ഒക്കെ തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു സത്യം ഇവരെ ബോധ്യപ്പെടുത്താൻ വിചാരിച്ചത്. പക്ഷെ സത്യം ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് എനിക്ക് അന്ന് ഉറപ്പിച്ചു. എനിക്ക് മനസ്സിലായി. അന്ന് തൊട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്യുന്ന എന്നെ അപമാനപ്പെടുത്തുന്നത് ആഘോഷമാക്കി ഞാനാണ് പി വി അൻവർ. ഞാൻ അന്ന് വിട്ടു ഈ മേഖല. ഏത് പത്രമേഖല? ഇനി പറയൂ.
ഞാൻ ചോദിക്കുന്നത് ഇനി നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? താങ്കൾക്ക് നിരാശയില്ല എന്ന് പറഞ്ഞു, താങ്കളുടെ ഡിക്ഷണറിയിൽ നിരാശയില്ല എന്ന് പറഞ്ഞു. പ്രതീക്ഷയുള്ള ഒരു മനുഷ്യനാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലും ഈ പാർട്ടിയിലും അങ്ങേയറ്റത്തെ പ്രതീക്ഷ എനിക്കുണ്ട്. ഈ പാർട്ടിയെ ഈ പ്രതിസന്ധിയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ഈ കുന്തമുന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് നിങ്ങൾ ആര് തിരിക്കാൻ ശ്രമിച്ചാലും അത് അവിടെ എത്തില്ല. അദ്ദേഹം ഈ കാര്യത്തിൽ ഇന്നസെന്റ് ആണ് എന്ന് ബോധ്യമുള്ളവനാണ് ഞാൻ. കാരണം അവിടെ ഒരു മറയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് 29 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൊരു വകുപ്പ് മാത്രമാണ് ആഭ്യന്തരം. അതിൽ പരിധി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് തന്നെയാണ് ഈ സഖാക്കൾക്ക് ജനങ്ങൾക്കുണ്ടായ ഈ പോലീസിന്റെ ബുദ്ധിമുട്ടിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം. അത് പാർട്ടി പരിശോധിക്കട്ടെ. ശരി ശരി. ശ്രീ പി വി അൻവർ, ഇവിടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇതിപ്പോ താങ്കൾ ഇപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞൊരു കാര്യം, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അത് തന്നെ ആയിരിക്കും താങ്കൾ ശ്രീ എം വി ഗോവിന്ദനെ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം പാർട്ടി സെക്രട്ടറിയോടാണല്ലോ പ്രധാനമായും ആ കാര്യം ഉന്നയിക്കേണ്ടത്. കാരണം പി ശശി ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. നോക്കൂ, അത്ഭുതകരമാണ്. റെഡ് ആർമി ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ റെഡ് ആർമി എന്ന് പറയുന്നത് താങ്കൾക്ക് അറിയുന്നത് പോലെ തന്നെ മുമ്പ് PJ ആർമി ആയിരുന്നു. P ജയരാജന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ഒരു വിഭാഗമാണ് പിന്നീട് റെഡ് ആർമി ആയിട്ട് വന്നിരിക്കുന്നത്. അവര് പി ശശിയുടെ പടം വെച്ചിട്ടാണ് പറയുന്നത് ഇയാൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് പാർട്ടിക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. SFIക്കാർക്കും DYFIക്കാർക്കും പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ നിരന്തരം പോലീസിൽ നിന്ന് മർദ്ദനമടക്കം ഏൽക്കേണ്ടി വരുന്നു. ആ അർത്ഥത്തിൽ ചോദ്യം ഇതാണ്, ഈ റെഡ് ആർമി പോലുള്ള സംഘടനകൾ താങ്കളെ പിന്തുണച്ച് PV അൻവറിനെ വിപ്ലവ നക്ഷത്രം എന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം പി ശശിക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ടൂളായിട്ട് PV അൻവർ മാറുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. എന്താണ് അങ്ങയുടെ മറുപടി? ഞാൻ ഈ പാർട്ടിയുടെ ടൂളാണ് ഞാൻ. PV അൻവറിന് ഒന്നും വേണ്ട. ഈ സഖാക്കൾ ഈ പാർട്ടിയിലേക്ക് സജീവമായി തിരിച്ചു വരണം. വിട്ടുപോയ അനുഭാവി വൃന്ദം ഇതിലേക്ക് തിരിച്ചു വരണം. ഈ പാർട്ടിയുടെ യശസ് ഉയർത്തണം. ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ട അന്തസ്സ് തിരിച്ചു പിടിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് സഖാക്കൾ വേണ്ടത്. എനിക്കിതിലൊരു കാലിച്ചായ പോലും വേണ്ട. പണി കഴിഞ്ഞാൽ എന്റെ പണി തീർന്നു. ഒന്നാമത് ശ്രീ PV അൻവർ, താങ്കൾ ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗം പോലും അല്ല. ഈ പാർട്ടിയുടെ സ്വതന്ത്രനായ അങ്ങനെ ഒരു ഉത്തരവാദിത്വമൊന്നും താങ്കൾ ഏറ്റെടുക്കേണ്ടതില്ല. ഈ പാർട്ടിയെ നവീകരിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും PV അൻവറിനില്ല. അപ്പോൾ PV അൻവർ ഇപ്പോൾ വന്ന് ഈ പറയുന്ന പി ശശിക്കെതിരെ സംസാരിക്കുമ്പോൾ താങ്കൾ പറയുന്നു താങ്കളുടെ ഉത്തരവാദിത്തമാണ് ഈ പാർട്ടിയെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. അങ്ങനെ ഉത്തരവാദിത്വമൊന്നും അംഗം പോലും അല്ലാത്ത താങ്കൾക്കില്ല. അപ്പോൾ താങ്കൾ അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായാൽ അതിനുള്ള താങ്കളുടെ മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ണി, എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട്. ഉണ്ണി ഇല്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ലാതാവില്ല. 10,000-കണക്കിന് സഖാക്കളുടെ കഠിനാധ്വാനമാണ് എന്നെ നിയമസഭയിൽ എത്തിച്ചത്. ഇന്നും അവർ എൻ്റെ കൂടെയാണ്. ഇന്നും ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കുന്നു, അവർ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ നാട്ടിലെ ഒരുപാട് നിലമ്പൂരിൽ മാത്രമല്ല, മലപ്പുറത്തും കേരളത്തിലുമൊക്കെ ഒരുപാട് സഖാക്കൾ എന്നെയുമായി ബന്ധപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ എൻ്റെ നിയമസഭ MLA ഹോസ്റ്റൽ നിങ്ങൾക്ക് വന്നാലറിയാം. കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ നിയമസഭ അവിടുത്തെ ഗവൺമെന്റ് വിഷയങ്ങളുമായി വരുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ കത്ത് കൊടുക്കുന്നുണ്ട്. നിലമ്പൂർ MLA ഓഫീസിൽ 6-7 സ്റ്റാഫ് പൊതുവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 16 മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ അവിടെ വരുന്നുണ്ട്. അവിടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ പോസ്റ്റൻ എനിക്കുണ്ടോണ്ണി. എനിക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വളരെ 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 നല്ല മറുപടിയാണ്. കാരണം താങ്കളെ വിജയിപ്പിച്ച് വിടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് താങ്കളുടെ സഖാക്കൾ. അതുകൊണ്ട് ആ പാർട്ടിയോടും ആ സഖാക്കളോടും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നത് താങ്കളുടെ നല്ല മറുപടി തന്നെയാണ്. ആ അർത്ഥത്തിൽ പാർട്ടി അംഗമൊന്നും ആകണ്ട. ഈ പാർട്ടിയോട് അൻവറിന് കടപ്പാടുണ്ട്. താങ്കളെ നിയമസഭയിൽ എത്തിച്ചത് ഈ പാർട്ടിയാണ്. അതുകൊണ്ട് ഈ പാർട്ടി തകരരുത്. ഈ പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാകരുതെന്ന് ആഗ്രഹിക്കുന്ന താങ്കൾ ഈ പ്രതിച്ഛായ മോശമാക്കിക്കൊണ്ടിരിക്കുന്നതായി പറയുന്നത് ഒരൊറ്റ വ്യക്തിയെയാണ്. അത് പി ശശിയാണ്. താങ്കൾ പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്നില്ല. താങ്കൾ തന്നെ പറഞ്ഞു പിണറായി വിജയനെ നിങ്ങളും ലക്ഷ്യം വെക്കേണ്ട, ആരും ലക്ഷ്യം വെക്കേണ്ട. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ചില ഉത്തരവാദിത്തങ്ങളുടെ എന്താ പറയുക ഒരു ആധിക്യം കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പറയുന്ന സർക്കാരിൻ്റെ മുഴുവൻ കുഴപ്പങ്ങൾക്കും ഉത്തരവാദി പി ശശിയാണെന്നാണോ PV അൻവർ ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നത്? പോലീസുമായി ബന്ധപ്പെട്ട പാർട്ടി സഖാക്കൾക്കുണ്ടായ, പാർട്ടിക്കുണ്ടായ, പാർട്ടി അനുഭാവികൾക്കുണ്ടായ, ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യർക്കുണ്ടായ പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പരിപൂർണമായ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പി ശശി എന്ന പേരല്ല ഇവിടെ പ്രശ്നം. പൊളിറ്റിക്കൽ സെക്രട്ടറി
എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി? ഈ പൊളിറ്റിക്സ് അനലൈസ് ചെയ്ത് ഈ ഗവൺമെന്റ് എങ്ങനെ പോകുന്നു എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരവാദിത്തമാണ് ആഭ്യന്തരം. ആ ആഭ്യന്തരം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാവണം. അതിന് നേരെ തിരിച്ച് ജനങ്ങളെ എതിരാക്കി, പാർട്ടിയെ എതിരാക്കി, പ്രവർത്തകരെ ഇതിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഉണ്ണി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ണി എഴുതി വെച്ചോ, ഒരു പഞ്ചായത്തിൽ നിന്ന് 1000 വോട്ട് ഏറ്റവും മിനിമം ഈ പോലീസ് നടപടി കൊണ്ട് ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1100 പഞ്ചായത്തുകളും ഒരുപാട് മുനിസിപ്പാലിറ്റികളും 4 or 5 കോർപ്പറേഷനുമുള്ള കേരള സംസ്ഥാനത്തിൽ 1000 വോട്ടിന്റെ ഒരു ആവറേജ് നമ്മൾ കൂട്ടിയാൽ 15 ലക്ഷം വോട്ട് ഈ മുന്നണിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പി ശശിയുടെ സംഭാവന UDF ഉണ്ടാക്കി കൊടുത്തത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പി ശശി എങ്ങനെ ഒഴിഞ്ഞു നിൽക്കും? വളരെ 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 ഗൗരവതരമായ ഒരു ആരോപണം. താങ്കൾ ഈ ഘട്ടത്തിലുടനീളം താങ്കളുടെ വാർത്താ സമ്മേളനങ്ങളിൽ അടക്കം പുലർത്തുന്ന വളരെ സൂക്ഷ്മതയുണ്ട്. ആ സൂക്ഷ്മത ഇപ്പോഴും ഉണ്ട്. താങ്കൾ വളരെ ഗംഭീരമായി ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 1000-ഓളം പഞ്ചായത്തുകളിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ, ഏതാണ്ട് സംസ്ഥാനത്ത് 15 ലക്ഷത്തോളം വോട്ടുകൾ ഒരൊറ്റ വ്യക്തി കാരണം CPM-ന് ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടമായിരിക്കുന്നു എന്നൊരു കണക്കാണ് PV അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങയോട് ഞാനൊരു ചോദ്യം മാറി ചോദിക്കാം. അങ്ങിപ്പോൾ ഉന്നയിക്കുന്ന ഈ വികാരമുണ്ടല്ലോ, CPM-ന്റെ ഈ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തി അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഈ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുവെങ്കിൽ അതേ വികാരം താങ്കളോടൊപ്പം പങ്കുവെക്കുന്ന നേതൃത്വത്തിലുള്ള ആളുകളുണ്ടോ, വിഭാഗങ്ങളുണ്ടോ CPM-ൽ? അതെനിക്കറിയില്ലേ. എനിക്ക് പ്രവർത്തകരുണ്ട്, പ്രവർത്തകരുടെ വികാരം പ്രകടിപ്പിക്കുന്നത്. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് താഴേക്കടയിലുള്ള പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ പൊള്ളുന്ന അനുഭവങ്ങള്, വേദനകള്, അവരനുഭവിക്കുന്ന പീഡനങ്ങള്, പാർട്ടി ഏരിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ലീഡർ എങ്ങനെയാണ് വളർന്നു വരിക? നാട്ടിലെ പൊതുവിഷയങ്ങളിൽ ഇടപെട്ടിട്ട് വേണം അവർക്ക് വളർന്നു വരാൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോൺഗ്രസിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മുസ്ലിം ലീഗിന് വേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, BJPക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവർക്കൊക്കെ വോട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് ഈ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ച് അവരെ സഹായിക്കാനാണ് ഈ പാർട്ടിയുടെ പ്രവർത്തനം. അതിലൂടെയാണ് ഇതിന് വോട്ടുണ്ടാകുന്നത്. ഇപ്പോഴും DYFIയുടെ പ്രവർത്തകര് കേരളത്തിലെ മുഴുവൻ ആശുപത്രിയിലും കൂട്ടിരിപ്പുകാർക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കുക. ഉണ്ണി ആരെങ്കിലും കാണുന്നുണ്ടോ? ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്? ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉച്ചക്കും വൈകുന്നേരവും കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിലും ഈ സമയത്തും ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പാർട്ടി. ആ പാർട്ടിക്ക് ജനങ്ങളുടെ വിഷയങ്ങളിൽ, പൊതുവിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത ഒരു ബാരിക്കേഡ് ഈ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുണ്ടാക്കി വലിയ ആരോപണം തന്നെ താങ്കൾ ഉന്നയിക്കുകയാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഏരിയ സെക്രട്ടറിമാർക്കും LC സെക്രട്ടറിമാർക്കും ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയാതെ തലയിൽ മുണ്ടിട്ട് നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്ത് വീട്ടിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടിയുടെ സെക്രട്ടറിമാരെ എത്തിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? എന്താ അദ്ദേഹത്തിന് ജോലി? അദ്ദേഹം നിർവഹിച്ചോ? ഒരു വിഷയത്തിൽ ഇടപെടാൻ പാർട്ടിക്കാർക്ക് സാധിക്കുന്നില്ല. പോലീസിൽ മുഴുവൻ അരാജകത്വമാണ്. സമ്പന്നർ മുഴുവൻ കയറി ഞെരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രത്യേക മാഫിയ രൂപപ്പെടുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് കയറാൻ കഴിയുന്നില്ല. ഇതിന് ഉത്തരവാദി പി ശശി അല്ലാതെ ആരാണ്? അതാണ് എന്റെ ചോദ്യം. വലിയ ഗുരുതരമായ ആരോപണങ്ങൾ താങ്കൾ തുറന്നടിക്കുകയാണ് പി ശശിക്കെതിരെ. ഇതാദ്യമായിട്ടാണ് പി ശശിക്കെതിരെ ഇത്രയും വിശദമായി തന്നെ താങ്കൾ പ്രതികരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പി ശശി എന്ന് പറഞ്ഞൊരു വാചകത്തിന് കൂടി താങ്കൾ മറുപടി പറയണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടാൻ കഴിയാത്ത ശക്തികളാണ്, വെറും ആളെന്നല്ല, വ്യക്തിയെന്നല്ല, ശക്തികളാണ് ആരോപണത്തിന് പിന്നിൽ എന്നാണ് പി ശശി പറഞ്ഞിരിക്കുന്നത്. ഇത് ആർക്കെതിരെയാണ് PV അൻവർ? എനിക്കറിയില്ല. അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. എനിക്കറിയാത്ത കാര്യം ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം എന്താ ഉദ്ദേശം എന്നറിയില്ലല്ലോ. അദ്ദേഹം വ്യക്തമായി പറയട്ടെ, അപ്പൊ നമുക്ക് വ്യക്തമായ മറുപടി പറയാം. എന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവ്യക്തമായ ഒരു കാര്യമില്ല. വ്യക്തമായി പറഞ്ഞാൽ വ്യക്തമായി മറുപടി നൽകും. അവ്യക്തമായി പറഞ്ഞാൽ അതിന് മറുപടി നൽകാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. പാർട്ടി യോഗങ്ങളിൽ, ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ താങ്കൾ പറഞ്ഞ വാചകം അതേ രീതിയിൽ തന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞിരിക്കുകയാണ് ഈ സമ്മേളനത്തിൽ. പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടിക്കാർക്ക്
നീതി കിട്ടുന്നില്ല. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും നീതി കിട്ടാത്ത അവസ്ഥ. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു എന്നാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്ന ഒരു വിമർശനം. PV അൻവർ, താങ്കൾ പറഞ്ഞതിനോട് ചേർത്ത് വെക്കാവുന്ന വിമർശനങ്ങൾ സഖാക്കൾക്കിടയിൽ നിന്നും, സാധാരണ സഖാക്കൾക്കിടയിൽ നിന്നും, പ്രവർത്തകരിൽ നിന്നും ഉയരുകയാണ്. അല്ല, അതാവട്ടെ, അതൊക്കെ പാർട്ടി പരിശോധിക്കട്ടെ. ഞാൻ അതിലേക്കൊന്നും അഭിപ്രായം പറയുന്നില്ല. നിങ്ങൾ തന്നെ അതിലേക്ക് നിങ്ങൾക്കൊക്കെ ഇട്ട് തന്നെ കിട്ടില്ല. അത് അവര് തീരുമാനിക്കട്ടെ. ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലോ. അല്ല, അങ്ങനെ പറയുന്ന ഏത് ദിവസമാണെന്നുള്ള പ്രധാനമാണല്ലോ PV അൻവർ. നാളെ സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുകയാണ്. താങ്കൾ ശശിക്കെതിരെയുള്ള ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുന്നത്. അത് എനിക്കറിയില്ലല്ലോ. ഞാനിത് ആദ്യം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് പറയുന്നില്ലേ. കുറച്ച് ദിവസം എന്നെ പറയാതെ നോക്കി, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ പറയുന്നില്ലേ. എല്ലാ വെള്ളിയാഴ്ചയും സെക്രട്ടേറിയറ്റ് ചേരുന്നതല്ലേ. അത് എന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. അങ്ങനെ അത് സ്വാഭാവികമായി സംഭവിക്കുന്നത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ശ്രീ PV അൻവർ, താങ്കൾ ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരു അനുഭാവിയായ PV അൻവറിനെയാണ് യഥാർത്ഥ സഖാവായി ഇപ്പോൾ സഖാക്കൾ കാണുന്നത്, പാർട്ടി അനുഭാവികൾ കാണുന്നത്. അതൊരു പൊതുവികാരമാണ്. താങ്കൾക്കും അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നേരിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഈ ഞായറാഴ്ച മുതൽ അത് കൂടിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾ പുറത്തുവിട്ട ആ ശബ്ദരേഖ ഇപ്പോൾ SP സുജിത് ദാസിന് സസ്പെൻഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു സസ്പെൻഷനിൽ ഒതുങ്ങേണ്ട കാര്യമാണോ സുജിത് ദാസ് അവിടെ മലപ്പുറത്ത് ചെയ്തു കൂട്ടിയത്? താങ്കളോട് തന്നെ 25 വർഷം ലോയൽറ്റി വാഗ്ദാനം ചെയ്യുന്ന ശബ്ദരേഖയാണെന്ന് ഞാൻ കേട്ടത്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അത് SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു MLA-യോട് വിനീത വിധേയനായി 25 വർഷം നിന്നോളാം, DGP ആയിട്ടായിരിക്കും തന്റെ റിട്ടയർമെന്റ് എന്നൊക്കെയുള്ള ഒരു ദീർഘകാല വാഗ്ദാനമാണ് താങ്കൾക്ക് നൽകിയത്. ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ട തെറ്റാണോ SP ചെയ്തിരിക്കുന്നത്? പ്രിയ സഹോദരി, എനിക്കതാ 25 കൊല്ലം അവന്റെ സർവീസ് അങ്ങ് എടുത്താൽ പോരായിരുന്നോ? എനിക്കെന്താ പുളിക്കുവോ? ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലേ. എനിക്ക് അടിമയായ ഒരു IPS-കാരൻ കേരളത്തിലുണ്ടാകുന്നതിൽ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും. ഞാൻ അതെടുത്തില്ലല്ലോ. ഞാനത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ അതൊന്നും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, എത്ര IPS-കാരുമായിട്ടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്? ഇവരൊന്നും ചെറിയ ആളുകളല്ലല്ലോ. എനിക്ക് തലക്ക് വട്ടുണ്ടോ? വട്ടില്ലല്ലോ. ഞാൻ പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഈ പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് സുജിത് ദാസിന്റെ സസ്പെൻഷനിലല്ല നിൽക്കേണ്ടത്. ആദ്യം സസ്പെൻഡ് ചെയ്യാനല്ലേ പറ്റൂ. ഇനി അന്വേഷിക്കട്ടെ. അവനൊക്കെ ജയിലാണ്, സെൻട്രൽ ജയിൽ. അവിടത്തേക്കാ പോകുന്നത്. നിങ്ങൾ ഇന്ന് വാർത്ത കണ്ടോ? ഞാൻ സസ്പെൻഡ് ചെയ്ത് വരും. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇന്നലെയാണ് ട്രിവാൻഡ്രത്ത് പുറപ്പെടുന്നത്. രാത്രി 2 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത്. ഇന്ന് 6 മണിക്ക് തുടങ്ങിയ എൻ്റെ ഇൻവെസ്റ്റിഗേഷനും തെളിവെടുക്കുക. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തെളിവ് ഞാൻ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട പണിയില്ല ഞാൻ. അപ്പോൾ എനിക്കൊരു മിനിറ്റും ഒഴിവില്ല. ഇനി മൊഴിയെടുക്കുമ്പോൾ എനിക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയണം. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ, രാപ്പകലില്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ തെളിവുകൾ, പരമാവധി തെളിവുകളിലേക്കുള്ള സൂചന എനിക്ക് പൂർണ്ണമായ തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജന്റ് അല്ല. അപ്പോ ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൃത്യമായ തെളിവിന്റെ സൂചനയാണ് കൊടുക്കുന്നത്. അതിന് ആര് വരട്ടെ അന്വേഷിക്കാൻ എനിക്കൊരു പേടിയില്ല. ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാര് ഇതിൽ ഡബിൾ ഗെയിം കളിച്ചാൽ നമുക്ക് കാണാം. നിങ്ങൾ സഹായിച്ചാൽ മതി. താങ്കൾ പറഞ്ഞ താങ്കളുടെ ഫോൺ സംഭാഷണം അത് ഈ അന്വേഷണത്തിൽ അജിത് കുമാറിന്റെ പറയൂ. അതായത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാവുക ADGP-ക്കെതിരെ മറ്റാരും ആരോപണം പറയുന്നതല്ല, അതേ സേനയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ADGP MR അജിത് കുമാറിനെതിരെ പറയുന്നതാണ് ആ സംഭാഷണത്തിലുള്ളത്. ഇപ്പോൾ ഒരു സസ്പെൻഷൻ എടുത്ത് ആ ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് കൊണ്ട് മാത്രമല്ല, ഇതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ചങ്ങല അത് എത്തി നിൽക്കുന്നത് P ശശിയിലാണ്. താങ്കൾ നേരത്തെ കൃത്യമായി പറഞ്ഞു വെച്ചതുപോലെ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മറികടന്ന് ഒരു വ്യക്തി ഒരു അധികാര കേന്ദ്രമായി മാറി ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി, ഒരു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതിച്ഛായ നഷ്ടമാക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം വേണ്ടേ? ഇല്ല, ഞാൻ പറയട്ടെ. ആരപ്പുറത്ത് എന്റെ ചെവിയൊക്കെ അടഞ്ഞിരിക്കുക. നിങ്ങൾ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആരാണ് ആങ്കർ ചെയ്യുന്നത്? ഞാൻ സുജയ പാർവതിയാണ്. സുജയ, സോറി, എനിക്ക് ചെവിയൊക്കെ അടഞ്ഞ സുജയ, കേൾക്കുന്നില്ല. ഈ ഫോണാണ്, അറിയാലോ. അതൊന്നും കുഴപ്പമില്ല, പറഞ്ഞോളൂ. അപ്പൊ സുജയ, ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം കൊട്ടേഷൻ സംഘം കൊട്ടേഷൻ കൊടുക്കുന്നവനാ എന്ന് പറഞ്ഞത് IPS സുജിത് ദാസാണ്. എന്റെ ഫോണിൽ നിങ്ങൾ കേട്ടതാണ്. ഇദ്ദേഹം ക്രൂരനാണ് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്.
അദ്ദേഹം പറഞ്ഞാൽ കൊല്ലാനും തല്ലാനും ഇവിടെ പോലീസുകാരുണ്ട് എന്ന് പറഞ്ഞത് സുജിത് ദാസാണ്. അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നത് മറ്റൊരു IPS-കാരനായ ഒരു ക്രിമിനലായ സുജിത് ദാസാണ്, PV അൻവർ അല്ല. അവിടുന്നാണ് അൻവർ തുടങ്ങുന്നത്. അൻവർ ഇങ്ങനെ വന്നിട്ട് മൈതാന പ്രസംഗമല്ല നടത്തിയത്. തന്റെ ഹയർ ഉദ്യോഗസ്ഥനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ കേട്ടത് 4 സംഭാഷണങ്ങളുണ്ട്. 3 ഞാൻ പുറത്തു വിട്ടിട്ടുള്ളൂ. ഇനിയുണ്ട് സംഭാഷണം, നമുക്ക് നോക്കാം. ആ ഗുരുതരമായ ആരോപണമുള്ള ADGP ആ സ്ഥാനത്ത് തന്നെ ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരട്ടെ, എന്നിട്ട് അങ്ങനെ അന്വേഷണം മതി എന്ന തീരുമാനമാണല്ലോ എടുത്തത്. അത് പാടില്ല എന്നുള്ളത് താങ്കൾ പറഞ്ഞു. പക്ഷേ അത് താങ്കളുടെ മാത്രം അഭിപ്രായം എന്നാണ് ഇന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചത്. അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ആ 3.5 കോടി ജനങ്ങളുടെ ആഗ്രഹം, അതിന്റെ പ്രൊസീജിയർ ഡിലേ ഉണ്ടാവും. SOP ആ SOP നടപ്പിലാവട്ടെ, അപ്പൊ നമുക്ക് മാറ്റി നിർത്താൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഹെഡ് മാസ്റ്ററുടെയും പിയുടെ കഥ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അങ്ങ് പോവോ? ഇത് അങ്ങനെ പോകാൻ പറ്റുമോ? ഈ പാർട്ടിക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ സാധിക്കുമോ? ഈ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ ലഭ്യരാകാൻ സാധിക്കുമോ ഈ പാർട്ടിക്ക്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയല്ലേ. ആ അന്തസ്സുള്ള പാർട്ടിയിൽ നിന്ന് അതിന്റെ സമയമാകുമ്പോൾ ആ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് സഖാവെന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. ശ്രീ PV അൻവർ, ഇപ്പൊ നോക്കൂ, 99 MLA-മാർ ഭരണപക്ഷത്തുണ്ട്. ഇപ്പം അങ്ങ് ആ പക്ഷത്തു നിന്ന് മാറിയാൽ ഈ സർക്കാരിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നിട്ടുകൂടി നോക്കൂ, താങ്കളോട് CM-ഉം അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും എടുത്ത സമീപനം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ താങ്കൾ വാർത്താ സമ്മേളനം നടത്തി ഉന്നയിക്കുന്നു. ആ ഉന്നയിച്ച ആരോപണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊതുവേദിയിൽ വെച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇതൊരു CPM രീതിയല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവിട്ട് പിന്നെ അത് അവിടെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒരു പൊതുവേദിയൊന്നും തിരഞ്ഞെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കേണ്ടതില്ല. പക്ഷേ താങ്കൾ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരു പൊതുവേദി, അതും പോലീസ് അസോസിയേഷൻ്റെ വേദി ഉപയോഗിച്ചുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. 2, 3 വാർത്താ സമ്മേളനങ്ങളിലൂടെ നിരന്തരം തലവേദന ഉണ്ടാക്കിയ താങ്കളെ 4ാമത്തെ ദിവസം 3/4 മണിക്കൂറോളം CM കാണുകയാണ്. അത് പിണറായി വിജയൻ്റെ ഒരു സ്വഭാവമല്ല. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വാദമുഖങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ കൂട്ടാക്കാത്തയാളാണ് പിണറായി വിജയൻ. പക്ഷേ താങ്കളെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കൂ, പറയുന്ന AK ബാലനാണെങ്കിലും TP രാമകൃഷ്ണനാണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും ഒക്കെ MV ഗോവിന്ദനാണെങ്കിലും ഒക്കെ വളരെ സൗമനസ്യത്തോടുകൂടിയുള്ളൊരു സമീപനം സ്വീകരിക്കുന്നു. പരാതി ഉണ്ടെങ്കിൽ പറയട്ടെ, എഴുതി തരട്ടെ, പരിശോധിക്കും എന്നുള്ളത്. ഇതൊന്നും CPM രീതികളല്ല. പക്ഷേ താങ്കളോട് ഇത്തരത്തിൽ വലിയൊരു മഹാമനസ്കത ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതൃത്വവും കാണിക്കുന്നുണ്ട് എങ്കിൽ താങ്കൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ശുഭപ്രതീക്ഷയുണ്ടോ? ഇല്ല, അവർ മഹാമനസ്കത കാണിക്കുന്നു എന്നത് പറഞ്ഞല്ലോ, അത് ആ പാർട്ടിയുടെ സ്വഭാവമാണ്. നിങ്ങൾ അങ്ങനെയല്ല CPM എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് CPM എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർശനമായ നിലപാട് ഈ വിഷയത്തിൽ എടുക്കും എന്ന് തന്നെയാണല്ലോ ഞാൻ ഉറപ്പിച്ചു നിൽക്കുന്നത്. അതിനൊരു സമയമല്ലേ, ആ സമയം വരട്ടെ. അപ്പോ പാർട്ടിയെ സംബന്ധിച്ചും നിങ്ങൾ പറഞ്ഞ ഈ പേരുകൾ പറഞ്ഞ ബഹുമാനപ്പെട്ട നേതാക്കളെ സംബന്ധിച്ചും PV അൻവറിന്റെ മഹത്വമല്ല, PV അൻവർ പറഞ്ഞ കാര്യങ്ങളുടെ മഹത്വമാണ്, അതിന്റെ സീരിയസ്നെസ് ആണ്. അതാണ് പാർട്ടി ഉൾക്കൊണ്ടത്. കൃത്യമായ സൂചനാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരസ്യമായിട്ടാണ് ഞാനിത് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ചു എന്താണ് പാർട്ടിയിൽ ഇത് പറയാതിരുന്നത്, എന്താണ് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കാതിരുന്നത്? അതിന്റെ കാരണം ഈ എഴുതി കൊടുക്കുന്നതും പറയുന്നതും എല്ലാം ചെല്ലുന്നത് ഈ പറയപ്പെടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്താണ്. അവിടെയാണ് ആ ബേരിക്കാടിലാണ് ഇതെല്ലാം അങ്ങോട്ട് മുട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അത് ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി, അതിൽ ഞാൻ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടപ്പോഴാണ് ഇത് പാർട്ടിയുടെയും ജനങ്ങളുടെയും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി കൊണ്ടുവേണം ഇനി ഈ കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന എൻ്റെ ബോധവും എൻ്റെ ബോധ്യവും എൻ്റെ യുക്തിയുമാണ് പൊതുസമൂഹത്തിൽ ആദ്യം ഞാനിത് പറഞ്ഞത്. അതായത് താങ്കൾ പറയുന്നത് ഈ പറയുന്ന രേഖകളും തെളിവുകളും ഒക്കെ ആയിട്ട് താങ്കൾ നേരെ പോയി കാണേണ്ടി വരുന്നത് P ശശിയെ ആകുമായിരുന്നു. അങ്ങനെ P ശശിയെയാണ് കാണേണ്ടി വരുന്നതെങ്കിൽ ആ പരാതികളെല്ലാം അവിടെ വെച്ച് തന്നെ മുക്കപ്പെടുമായിരുന്നു. അതിനു പകരം ഞാനത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കുകയും ആ നിർബന്ധിത സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ CM അങ്ങയെ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്ര വലിയൊരു അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമിടയിൽ, മുഖ്യമന്ത്രിക്കും MLA-മാർക്കുമിടയിൽ, മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമിടയിലെ അത്ര വലിയൊരു തകർക്കാൻ കഴിയാത്ത മതിലായി CM-ന്റെ ഓഫീസിൽ P ശശി വളർന്നു കഴിഞ്ഞോ ശ്രീ PV അൻവർ? അല്ല ഉണ്ണി, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ CM-നെ കണ്ടു, ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതി കൊടുത്തു. ഞാൻ ഇതിന് മുമ്പ് എഴുതി കൊടുത്താൽ എന്താ ചെയ്യുക? പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും, ഓക്കെ, ശശിക്ക് കൊടുക്കാൻ, ശശി എന്റെ കാര്യങ്ങൾ ചെയ്യും എന്നല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റൂ. അദ്ദേഹത്തിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? ഇതിന്റെ പിന്നാലെ പോകാൻ പറ്റുമോ? അങ്ങനെയാണോ ഒരു പ്രോട്ടോകോള്? അപ്പൊ സ്വാഭാവികമായും എന്ത് പരാതി കൊടുത്താലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കുക. അതിനപ്പുറമുള്ള ഒരു അപ്രമാദിത്വം അദ്ദേഹം എടുക്കാറില്ല. അദ്ദേഹം ഇതിനൊക്കെ അങ്ങേയറ്റം മര്യാദ പാലിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്റെ ജീവിതത്തിലെ 8 വർഷത്തെ അനുഭവം എന്നെ പഠിപ്പിച്ചതാ. എനിക്ക് അദ്ദേഹത്തെ ഡീൽ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. എന്റെ പിതാവ് ഇതേപോലെയായിരുന്നു, ഒരു കടുകട്ടി മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഡീൽ ചെയ്ത് എനിക്ക് നല്ല പരിചയമുണ്ട്. പിണറായി വിജയൻ എന്റെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്കറിയും എന്താണ് ആ നോട്ടത്തിന്റെ അർത്ഥം. അത് എന്റെ പിതാവ് നോക്കിയിരുന്നപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ എന്റെ പിതാവിനോട് തുല്യമെന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ എല്ലാ ക്യാരക്ടറുമുള്ള ഒരു മനുഷ്യനാണ് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും. ഒരു കടുകട്ടി മനുഷ്യനായിരുന്നു എന്റെ പിതാവ്. നിങ്ങൾക്കറിയാം, AICC-യിൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിന്റെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് എൻ്റെ ഫാദർ. നെഹ്റു കുടുംബവുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്ന കുടുംബമാണ് എൻ്റെ കുടുംബം. 1962 എൻ്റെ ഫാദർ പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്നപ്പം എൻ്റെ വീട്ടിൽ വന്ന അനുഭവമുള്ള ആ വീട്ടിലാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. അപ്പൊ അതിലൊരു സത്യത്തിന്റെയും നീതിയുടെയും ഒരു നിലപാട് എന്റെ തീർച്ചയായും PV അൻവർ, താങ്കൾ ഈ പറഞ്ഞു വന്നപ്പോൾ, അതായത് ഈ ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ, അത് സ്വാതന്ത്ര്യ സമര സേനാനിയായ പുത്തൻവീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകൻ PV അൻവറിന്റെ ആർജവം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷം പോലും താങ്കളുടെ വാക്കിന് പിന്നാലെ സമരത്തിനിറങ്ങേണ്ട സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. MM ഹസനൊക്കെ ഇന്ന് താങ്കൾക്ക് പിന്തുണയൊക്കെ വാഗ്ദാനം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷത്തിന് സ്വന്തമായി ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല, പകരം PV അൻവർ തുടങ്ങി വെച്ചതിന് പിന്നാലെ ഓടേണ്ട, സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് അവർ വരെ എത്തുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് PV അൻവറിന്റെ ഒരു നടപടിയുടെ തുടർച്ച തന്നെയാണ്. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾക്കും താങ്കൾ തന്നെയാണ് ഒരു ക്രുസൈഡറായി മുന്നിലുള്ളത്. അതൊക്കെ അങ്ങനെ പോട്ടെ സുജയ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, മനസ്സിലായില്ലേ? എനിക്കിതിലൊരു ബെനിഫിറ്റും വേണ്ട, എനിക്കിതിലൊരു മാർക്കും വേണ്ട, എനിക്കിതിലൊരു ആളാവും വേണ്ട, എനിക്കിതിലൊരു നേതാവാകും വേണ്ട. എനിക്ക് ഈ പാർട്ടി സംവിധാനം ഇവിടെ നല്ല രീതിയിൽ നിലനിൽക്കണം. അത് നിലനിന്നെങ്കിൽ, ഞാൻ ഒരു കാര്യം കൂടി പറയാം, അത് നിലനിന്നെങ്കിൽ ഈ നാട്ടിലെ പാവങ്ങൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഗുണങ്ങളെയും കിട്ടൂ. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്നൊരു കാലത്ത് മാറി നിന്നവനാ. രണ്ടാമത് ഞാൻ തിരിച്ചു വരുന്നതിന്റെ കാര്യം സുജയ്ക്കറിയോ? ഒരുപാട് ജനങ്ങൾ രാവിലെ വരും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട്. നമ്മളോട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കും. പക്ഷേ ഈ സഹായം കൊണ്ട് ഇത് മതിയാകുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റ് സർക്കാരിലേക്ക് ഒരു പങ്കാളിയായി സർക്കാരിൽ നിന്ന് ഈ സാധുക്കൾക്ക് കിട്ടാനുള്ള സഹായം കൂടി കൊടുത്താൽ അവർക്ക് അത്രയും ആശ്വാസമാകുമല്ലോ എന്ന സതുദ്ദേശത്തോടു കൂടി വീണ്ടും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് മത്സരിച്ച് ജയിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആശ്വാസങ്ങൾ, ഈ പെൻഷനുകൾ, ഈ നന്നായ ഈ ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയിട്ട് അനവധിയായ ലൈഫ് പദ്ധതി, ഈ പറയുന്ന കുടുംബശ്രീക്ക് നൽകുന്ന സപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള ഈ സാധുക്കളുടെ ഒരു ഗവൺമെന്റ്, അതിനെ നയിക്കുന്ന ഒരു പാർട്ടിയും ഒരു മുന്നണിയും, അത് ഇവിടെ നിലനിൽക്കണമെന്ന് എന്റെ എന്താ പറയാ, എന്റെ ജീവനക്കാലം എന്റെ വിഷയം അത് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കുക. ശ്രീ PV അൻവർ, ഇപ്പോൾ താങ്കൾക്ക് പാർട്ടിയിൽ നിന്നും ചില നേതാക്കളിൽ നിന്ന് പ്രത്യേക ഒരു പിന്തുണ ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് MV ഗോവിന്ദനെ കണ്ട ശേഷമാണ് താങ്കളുടെ ഒരു ആത്മവിശ്വാസം കൂടുകയും താങ്കളുടെ പ്രതികരണം ആ രൂപത്തിൽ വരികയും ചെയ്തത്. അതൊരു കാര്യം. മറ്റൊരു കാര്യം, P ജയരാജനുമായി താങ്കളുടെ ബന്ധം, നല്ല ശക്തമായ ബന്ധം താങ്കൾക്കുണ്ട്, നല്ല സൗഹൃദമുണ്ട് എന്ന് കേൾക്കുന്നു. ഇന്നിപ്പോൾ ജയരാജനെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടാറുള്ള റെഡ് ആർമി എന്ന ഗ്രൂപ്പ് താങ്കൾക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ കൂട്ടി വായിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? പറയൂ. ഞാൻ P ജയരാജ് സഖാവിനെ ഞാൻ അവസാനമായി കാണുന്നത് വടകര തെരഞ്ഞെടുപ്പിലാണ്. അന്ന് 2 ദിവസം ടീച്ചർക്ക് വേണ്ടി ഞാൻ അവിടെ പ്രവർത്തിക്കാൻ പോയിരുന്നു. അന്ന് കണ്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞൊരു മാസം എന്തോ കഴിഞ്ഞിട്ട് ഒരു പ്രാദേശിക വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പിന്നെ ഇന്ന് വരെ ഞാൻ വിളിച്ചിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കോഡ് രജിസ്റ്ററൊക്കെ പരിശോധിക്കാനൊക്കെ ഈ പോലീസിലൊക്കെ നിങ്ങൾക്ക് ആളുകളുണ്ടല്ലോ. ഫോണ് ചോർത്തൊന്നും വേണ്ട, കോൾ രജിസ്റ്റർ എടുക്കാലോ. ഈ പറയുന്ന EP എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. നല്ല വ്യക്തിപരമായ ബന്ധമുള്ള വ്യക്തിയാ. ആ സാധുവിന്റെ ഇപ്പൊ ഒരു മാനസികാവസ്ഥ നമുക്കറിയാലോ. ഞാനൊന്ന് വിളിച്ചിട്ട് പോലുമില്ല. കാരണം എന്താ അറിയോ? അത് വിളിച്ചാൽ അതായിരിക്കും പിന്നെ പറയാ. ഇതിനൊക്കെ ആളുണ്ടല്ലോ. റസാഖിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു.
ഞാൻ ഒരാളെയും വിളിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാനൊന്ന് തണുത്തു, ഞാനത് പിൻവാങ്ങി. നിങ്ങൾ പലരും പറഞ്ഞല്ലോ, ഞാൻ അന്നും പിൻവാങ്ങിയിട്ടില്ല. ആ സമയം ഞാൻ അപ്പോൾ കൃത്യമായി പറഞ്ഞു, ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടതാണ്, അത് കഴിഞ്ഞിട്ട് ഈ പാർട്ടി സെക്രട്ടറിയെ കാണും. എൻ്റെ ദൗത്യം 1-ാം ഘട്ടം കഴിഞ്ഞു, മുഖ്യമന്ത്രിയെ കഴിഞ്ഞ് ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. പിറ്റേ ദിവസം സെക്രട്ടറിയെ കണ്ടു. പിന്നെ നിങ്ങൾ എന്നെ എലിയും പൂച്ചയും വാഴയും ഒക്കെ ആക്കിയല്ലോ, അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും തുറന്നു പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ സെക്രട്ടറിയെ കണ്ടിറങ്ങുമ്പോഴും ആ തണുത്ത പ്രതികരണം തന്നെയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. ഞാനിപ്പോൾ ഇതിന്റെ തെളിവുണ്ടാക്കാൻ, ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കാനുള്ള എന്താ പറയാ, അതിന്റെ ഓട്ടത്തിലാണ്. എന്റെ തലയിൽ വേറെ ഒന്നും കയറില്ല. ഞാൻ ഇന്ന് പത്രം വായിച്ചിട്ടില്ല, ഇനി ഞാൻ വാർത്തകൾ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഒരു കാര്യങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു എന്നതിനപ്പുറം ഞാൻ പൂർണ്ണമായിട്ട് ഇന്ന് രാവിലെ 6 മണി തൊട്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ കിട്ടാവുന്ന തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കാനുള്ള ജോലിയിലാണ് ഞാൻ. പക്ഷേ താങ്കൾ ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്, ഓരോ ഘട്ടത്തിലും താങ്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ശ്രീ പി വി അൻവർ. തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ആക്റ്റീവാണ്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് പത്രം പോലും വായിച്ചിട്ടില്ല. താങ്കളെയും കെ ടി ജലീലിനെയും അതുപോലെ ഈ കാരാട്ട് റസാഖിനെയും ഒക്കെ ഐക്യപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന അനീതി, അല്ലെങ്കിൽ അവിടെ സാധാരണക്കാർക്ക് ഒരു പരാതിയും പറയാൻ പറ്റാത്ത അവസ്ഥ. അതെന്തുകൊണ്ടാണ് മറ്റ് CPM MLA-മാർ അത് ശ്രദ്ധയിൽപ്പെടുത്താനും പ്രതികരിക്കാൻ തയ്യാറാകാതെ? നിങ്ങളെ ഐക്യപ്പെടുത്തുന്ന കാര്യം എന്താണ്? അല്ല, അതെനിക്കറിയില്ല. മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പറയുന്നത് അതൊക്കെ നിങ്ങൾക്കറിയാലോ, എന്നോട് ചോദിക്കണ്ടല്ലോ. ജലീലുമായി ജലീൽ എന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടു, കാര്യങ്ങൾ സംസാരിച്ചു. ട്രിവാൻഡ്രത്ത് മിനിഞ്ഞാന്ന് വരുമ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം CM-നെ പോയി കണ്ടതിന് ശേഷം ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. ഇതൊക്കെ വാസ്തവമാണ്, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ശ്രീ PV അൻവർ, P ശശിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി നോക്കൂ. ഇപ്പോൾ താങ്കൾ ADGP അജിത് കുമാറിനെതിരെ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പൊട്ടിക്കലും കള്ളക്കടത്തും കൊലപാതകവും ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ സുജിത് ദാസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്, ശശിധരനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം വളരെ ശക്തമായ ചില രാഷ്ട്രീയ വിഷയങ്ങളാണ് P ശശിയിലൂടെ താങ്കൾ ഉന്നയിക്കുന്നത്, P ശശിയെക്കുറിച്ച് താങ്കൾ ഉന്നയിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ വോട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, പാർട്ടി പ്രവർത്തകരെ കൂടി പാർട്ടിക്ക് എതിരാക്കിക്കൊണ്ടിരിക്കുന്നു ഒരാളാണ് ഇപ്പോൾ CM-ന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ശക്തമായ ആക്ഷേപം താങ്കൾ ആവർത്തിച്ചുന്നയിക്കുമ്പോൾ എൻ്റെ ചോദ്യം, താങ്കളുടെ ഫൈറ്റ് ADGP അജിത് കുമാർ വരെയാകാമായിരുന്നു. അതിന് കൃത്യമായ കാരണങ്ങളും രേഖകളും തെളിവുകളും ഒക്കെ താങ്കളുടെ പക്കലുണ്ട്. അതിനപ്പുറത്തേക്ക് താങ്കൾ P ശശിയെ കൂടി ലക്ഷ്യം വെക്കുന്നത് പാർട്ടിയെ ശുദ്ധീകരിക്കാനാണ് എന്ന് പറയുന്നു. ADGPക്കെതിരെ ഒരു പക്ഷേ നടപടികൾ ഉണ്ടായേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച അങ്ങയുടെ പരാതി സർക്കാരിന് മുമ്പിലുണ്ട്. ADGP അജിത് കുമാറും തന്നെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തന്നെ ആവശ്യപ്പെട്ട് DGPക്കും മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് P ശശിയിലേക്ക് താങ്കളുടെ ഈ ഫൈറ്റ് ലക്ഷ്യം കാണും എന്ന് താങ്കൾക്കിപ്പോൾ ഉറപ്പുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ഉറപ്പൊന്നുമില്ലല്ലോ, ആരും എനിക്ക് ഉറപ്പ് വന്നിട്ടില്ലല്ലോ. പക്ഷെ പാർട്ടി പരിശോധിക്കുമ്പോൾ പാർട്ടിക്ക് മനസ്സിലാവുമല്ലോ, ഉണ്ണി ഈ ചങ്ങാതി പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ, അത് ഇവന് പ്രാന്തായിട്ട് പറഞ്ഞതാണോ, അത് ഇവന് തലക്ക് വല്ല വെളിവില്ലായ്കയുണ്ടോ, ഇവന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഇത് കുത്തിപ്പൊക്കുന്നുണ്ടോ? ഇതൊക്കെ പരിശോധിക്കാൻ ശേഷി ഈ പാർട്ടിക്കില്ലേ? ആ പാർട്ടി പരിശോധിക്കട്ടെ, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. ശ്രീ PV അൻവർ, തീർച്ചയായും അതുതന്നെയാണ് ശരിയായ രീതി. താങ്കളുടെ പരാതി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നാളെ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് വരുന്ന വാർത്താ സോഴ്സിൽ നിന്നുള്ള വിവരമാണ്. പാർട്ടി നേരിട്ട് നമ്മളോട് പറഞ്ഞതൊന്നുമല്ല. പക്ഷേ താങ്കളുടെ പരാതിയിലെ കാര്യങ്ങൾ അത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. അവർക്കും സമാന അഭിപ്രായമുണ്ട് എന്നുള്ള അഭിപ്രായ പ്രകടനം കൃത്യമായി പല ബ്രാഞ്ചുകളിലും വന്നു കഴിഞ്ഞിരിക്കുന്നു. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. താങ്കളുടെ പരാതി പാർട്ടിക്ക് മുന്നിലുണ്ട്. സംസ്ഥാന സെക്രട്ടറിക്ക് മുന്നിൽ താങ്കൾ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. താങ്കൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു തിരുത്തലിലേക്ക് പാർട്ടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ രാത്രിയിൽ? ഇല്ല, പാർട്ടി എന്നും തിരുത്തിയിട്ടുള്ളതാണല്ലോ. വീഴ്ചകളുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തുന്ന പാർട്ടിയാണ് പാർട്ടി. അതിന് സ്വയം വിമർശനമുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്ക് എന്തും തിരുത്താനുള്ള ശേഷിയുണ്ടല്ലോ. അങ്ങനെ തിരുത്തേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പാർട്ടി തിരുത്തിയിരിക്കും. അതാണ് എൻ്റെ വിശ്വാസം. താങ്കൾ ആവശ്യപ്പെടുന്നത് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണോ? പാർട്ടിക്ക് കൊടുത്ത പരാതി എന്താണ് ശ്രീ അൻവർ? അത് പരിശോധിക്കണം എന്നാ പറഞ്ഞത്. എന്നൊക്കെ അവർ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ എന്ന് പറഞ്ഞു പറയാനുള്ള ശേഷി എനിക്കുള്ള അനുഭവിച്ച് ഞാൻ അങ്ങനെ പറയും. ഞാൻ വിഷയങ്ങൾ അവതരിപ്പിച്ചു, ഇനി പാർട്ടി അന്വേഷിച്ച് പാർട്ടി നിലപാട് സ്വീകരിക്കുക. അത്ര വലിയ ആളൊന്നും ഞാൻ ആയിട്ടില്ലല്ലോ.
ഞാനൊരു സാധാരണ MLA ആണ്, ഒരു സഖാവാണ്, അത്രേ ഉള്ളൂ. ശരി, എനിക്ക് അങ്ങനെയെങ്കിൽ എന്റേതായ പരിമിതി, എന്റെ വലിപ്പം എനിക്കറിയാലോ. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? സെക്രട്ടേറിയറ്റിൽ നാളത്തെ പ്രതീക്ഷ എനിക്ക് എന്നും പ്രതീക്ഷ എന്ന് പറഞ്ഞല്ലോ. നാളത്തേതായിട്ട് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും അങ്ങനെ ഒരു പ്രത്യേക പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല. എല്ലാ സെക്രട്ടേറിയറ്റിലും പ്രതീക്ഷ ഇല്ലാതെ ഞാൻ നാളത്തെ സെക്രട്ടേറിയറ്റിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. താങ്കൾ കൊടുത്ത ഒരു പരാതി പാർട്ടി സെക്രട്ടറിയുടെ മുന്നിലുണ്ട്, അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. താങ്കൾ പാർട്ടിയുടെ അംഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പാർട്ടിയിനിടെ നടക്കുന്ന എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റിയിലും പ്രതീക്ഷയുണ്ട്, എല്ലാ സെക്രട്ടേറിയറ്റിലും പ്രതീക്ഷയുണ്ട്, നാളെ നടക്കുന്നതിലും പ്രതീക്ഷയുണ്ട്, അടുത്ത വെള്ളിയാഴ്ച നടക്കുന്നതിലും പ്രതീക്ഷയുണ്ട്. ശ്രീ PV അൻവർ, താങ്കൾ ചെങ്കൊടി തണലിൽ നിൽക്കുന്നു. പിണറായി വിജയനൊപ്പമുള്ള ചിത്രങ്ങൾ, പാർട്ടി അംഗത്വം ഔദ്യോഗികമായി എടുത്തൊരു സഖാവായി പൂർണ്ണമായി മാറുകയാണോ? അല്ല, ഞാൻ അംഗത്വം എന്തായാലും എടുക്കുന്നില്ല. അംഗത്വം എനിക്കെന്താ പറയുക, എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആ പാർട്ടിന്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പാർട്ടി കൊടുങ്ങും. ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാത്തത്. എനിക്ക് ലക്ഷക്കണക്കിന് അനുഭാവികളില്ലേ, ആ അനുഭാവികളുടെ കൂട്ടത്തിൽ ഒപ്പം നിൽക്കാലോ. നീ അനുഭാവിയാണ് അങ്ങോട്ട് മാറിക്കുന്ന മെമ്പർഷിപ്പുള്ള ഒരു സഖാവും പറയില്ല. അനുഭാവിയാണ് കൂടുതൽ കൂട്ടിപ്പിടിക്കുക. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ ശ്രീ PV അൻവർ, ഒറ്റ കാര്യം കൂടി. അതായത് ഇപ്പോൾ പിന്നെ താങ്കൾ വളരെ ഗൗരവത്തോടെ ഉന്നയിച്ച ഒരു പ്രശ്നമാണല്ലോ ഈ തൃശ്ശൂരിലെ ADGP അജിത് കുമാറിന്റെ ഇടപെടൽ എന്നുള്ളത്. അങ്ങ് വാർത്താ സമ്മേളനം നടത്തി അടുത്ത ദിവസം തന്നെ അവിടെ മത്സരിച്ചിരുന്ന VS സുനിൽകുമാർ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്ന് താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അടിയന്തരമായിട്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അജിത് കുമാറിന്റെ റോളിനെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ നിർബന്ധമായും ആ പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം VD സതീശൻ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ടല്ലോ, ഇന്ന് എല്ലാ പത്രങ്ങളിലുമുണ്ട്, താങ്കളുടെ ശ്രദ്ധയിൽ പ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജിത് കുമാർ കഴിഞ്ഞ വർഷം, അല്ല കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം, കഴിഞ്ഞ വർഷം അജിത് കുമാർ മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു അവിടെ തൃശ്ശൂർ വെച്ചിട്ട് BJP RSS നേതാവിനെ കണ്ടു. അത് പിന്നെ യൂണിഫോം ഇല്ലാതെ ഹയാത്തിൽ പോയി വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ഒരു സ്വകാര്യ വാഹനത്തിൽ പോയാണ് കണ്ടത്. അത് പിണറായി വിജയന് വേണ്ടി ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി ആയിരുന്നു എന്നൊരു പിന്നെ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, അജിത് കുമാറുമായി ഇത്തരത്തിലുള്ള ഡീലുകൾ നടത്തുന്ന ഒരാളാണ് പിണറായി വിജയനെങ്കിൽ അഥവാ P ശശി എങ്കിൽ അജിത് കുമാറിനെതിരെ അങ്ങനെ ഒരു നടപടിയൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ. എന്തൊക്കെയാണ് ഇവർ നാളെ വിളിച്ചു പറയാൻ പോകുന്നത് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതിരോധം, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിൽ പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഉണ്ട് എന്ന് താങ്കൾ ആശങ്കപ്പെടുന്നുണ്ടോ? അല്ല, ഇപ്പൊ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണം ഉണ്ടല്ലോ, അത് വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടിട്ട് എന്നാണല്ലോ. അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവുന്ന ഒരു കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വരികയാണെങ്കിൽ സഖാവ് എന്ന നിലക്ക് അദ്ദേഹം സ്വയം മരിക്കലുണ്ടാവുക. അല്ലാതെ ആ RSSന് ഇവിടെ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ സഖാവ് പിണറായി വിജയൻ അതിന് അനുകൂലമായൊരു നിലപാടെടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ല, ഞങ്ങൾ പ്രതിപക്ഷം പറയട്ടെ, പ്രതിപക്ഷം എന്ന് പറയാൻ തുടങ്ങി, എന്ന് ചാരാൻ തുടങ്ങി ഈ RSSും BJPയുമായി പാർട്ടിയെ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എനിക്കറിയാലോ എത്ര സീറ്റിൽ മത്സരിച്ചു BJP അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനേറെ പറയുന്നു, നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 19,000 വോട്ടുണ്ട് BJPക്ക്. 2021 ഞാൻ മത്സരിക്കുമ്പം എത്ര വോട്ട്? 7,000 വോട്ട്. ബാക്കി 12,000 വോട്ട് എവിടെയാ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക്. തെരഞ്ഞെടുപ്പ് ദിവസം BJPക്ക് ബൂത്തില്ല നിലമ്പൂർ മണ്ഡലത്തിൽ. ഇവരല്ലേ BJPയും RSSുമായി കൂട്ടുകൂടുന്നത്, പച്ചയായി കൂടുന്നത്. അവരതിന്റെ ലാഭം കൊഴിയുകയും ഇതിന്റെ പാപഭാരം മുഴുവൻ ഈ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ചാരാം. എത്ര കാലമായി ആ വിചാരം നടക്കുമോ എന്റെ പ്രിയപ്പെട്ട ഉണ്ണി? അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാർ സ്വന്തം നിലയ്ക്കാണോ ഈ ദത്താത്രേയ ഹൊസബളയെ പോയി കണ്ടത്? സ്വന്തം നിലയ്ക്ക് ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച്? അതിലെന്ത് സംശയം? അദ്ദേഹം ഔദ്യോഗിക വാഹനം മാറ്റിയല്ലേ പോവുക. അദ്ദേഹമാണെങ്കിൽ ഈ സർക്കസിലും പൂരപ്പറമ്പിലൊക്കെ ഉണ്ടാവില്ല ഹനുമാന്റെ വേഷം, അതിട്ടിട്ട് വേണമെങ്കിലും പോകും. അതാണ് ADGP അജിത് കുമാർ. നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് അതിന്റെ ലക്ഷ്യം? വരാൻ പോകുന്നേ ഉള്ളൂ. പറയൂ ശ്രീ PV അൻവർ, അവിടെ ഒരു വ്യക്തത വേണം. എന്താണ് അതിന്റെ ലക്ഷ്യം എന്താണെന്നാണ് കരുതുന്നത്? ഈ തൃശ്ശൂർ പൂരത്തിന് തൊട്ട് മുൻപായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ പൂരം കലക്കുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ ആ കലക്കുന്നു എന്നുള്ള ആരോപണം താങ്കൾ അത് അടക്കം ഉന്നയിച്ചിട്ടും ഇപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നെങ്കിൽ ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് കാണണമല്ലോ. അല്ല, അത് അന്വേഷിക്കട്ടെ. അവര് പൂരം കലക്കിയ സീറ്റല്ലേ ഉണ്ടാക്കി കൊടുത്തുള്ളൂ. അതിന്റെ സുജയ പൂരമല്ല
ആ പൂരത്തിന്റെ അകത്ത് ഒരു ചെറിയ എന്താ പറയാ കൈബോംബ് കൊണ്ടിട്ട് ഒരു നാലാളെ കൊല്ലാനാണ് ഇവർ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളം എന്താകുമായിരുന്നു? ഇതൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ വല്ല മടിയുണ്ടാവുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ADGP കുറിച്ച്. അദ്ദേഹം ഇതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല. സംശയമുള്ളവരുണ്ടെങ്കിൽ അവർ അവരുടെ സംശയം തീർക്കട്ടെ. എനിക്ക് ഈ ക്രിമിനലിനെ കുറിച്ച് ഒരു സംശയവുമില്ല. അതും ചെയ്യും, അതിലപ്പുറവും. ഈ BJPക്ക് 4 സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് നൊട്ടോറിയസ് ക്രിമിനലിനെ കുറിച്ച് സംശയമില്ല. ശ്രീ PV അൻവർ, ഞാൻ സ്മൃതിയാണ്. നൊട്ടോറിയസ് ക്രിമിനലിനെ കുറിച്ച് സംശയമില്ല. പക്ഷേ നൊട്ടോറിയസ് ക്രിമിനൽ അവിടെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരട്ടെ എന്ന് തീരുമാനിക്കുന്ന സംവിധാനത്തെ പൂർണ്ണ വിശ്വാസവുമാണ്. അതെങ്ങനെയാണ്? ആ വിശ്വാസം അങ്ങനെ തുടരുന്ന സംവിധാനത്തിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നില്ല. അങ്ങനെ തുടരുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല. അതിന്റെ പ്രോട്ടോകോളിന്റെ സമയമാകും അതിനൊരു തീരുമാനമുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ ശ്രീ PV അൻവർ, ഇവിടെ ADGP MR അജിത് കുമാറിനെ താങ്കളുടെ 2 ദിവസം തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ മാറ്റി നിർത്തിക്കൊണ്ട്, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷിക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനായി ഈ ക്രമസമാധാന വിഭാഗത്തിലും മറ്റ് ഉന്നത സ്ഥാനങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള കുറിപ്പടക്കം DGP തയ്യാറാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച രാത്രി ഒരു 8-9 മണിയോടുകൂടി ഈ കുറിപ്പൊക്കെ തയ്യാറാകുന്നു. പക്ഷേ ADGPയെ മാറ്റി നിർത്തേണ്ട എന്ന തീരുമാനം സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് എടുക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് ADGP MR അജിത് കുമാറിനെ തൊടാൻ കഴിയാത്തത് എന്തുകൊണ്ടാകും? അല്ല, അത് മുഖ്യമന്ത്രി അജിത് കുമാറിനെ മുഖ്യമന്ത്രിക്ക് തൊടാൻ കഴിയുന്നില്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പെറ്റീഷൻ കൊടുത്ത് 2 ദിവസമായിട്ടുള്ളൂ. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല. DGPയുടെ ആവശ്യം അതായിരുന്നു. അദ്ദേഹത്തിനെതിരായ അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. മൈ സിസ്റ്റർ, ഞാൻ ഈ പെറ്റീഷൻ കൊടുത്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ അല്ലേ? ആ പെറ്റീഷനിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത്. മറ്റേത് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിച്ച കാര്യങ്ങളാണ്. ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈമ ഫേസി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നാളെയോ മറ്റന്നാളോ IG സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ മൊഴി രേഖപ്പെടുത്തണമെന്ന്. അതൊക്കെ രേഖപ്പെടുത്തി വരട്ടെ, എന്നിട്ട് അവർ നോക്കട്ടെ. എന്നാണ് അങ്ങയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത്? നാളെയോ മറ്റന്നാളോ, ഞാൻ ഡേറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ഈ ഓട്ടത്തിലായാലും ഡേറ്റ് കൊടുത്തില്ല, ടൈം കൊടുത്തില്ല. അത് താങ്കളുടെ വീട്ടിൽ വന്നാണോ രേഖപ്പെടുത്തുക? എങ്ങനെയാണ്? അല്ല, അതൊന്നും തീരുമാനിച്ചില്ല. ഇനി ദയവായിട്ട് അങ്ങോട്ട് ആരും വിടല്ലേ. ഇല്ല, അതല്ല, അതൊരു വാർത്തയായതുകൊണ്ട് അന്വേഷിച്ചാണ്. കാരണം വെച്ചാൽ ഈ കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ഇപ്പോൾ താങ്കളുടെ ഒരു കോൺഫിഡൻസിന്റെ ഒരു അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ, വളരെ വേഗത്തിൽ. അത് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രോട്ടോകോൾ ഉണ്ട്. ശരിയാണ്, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് ഒരു ആരോപണം ഉണ്ടായാൽ അന്വേഷിക്കുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പോലീസ് സർവീസിലൊക്കെ ഉള്ള ആളുകളായിരിക്കുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നടപടികളുമായി സർക്കാർ വളരെ വേഗത്തിൽ പോകുന്നു വേണം മനസ്സിലാക്കാൻ. കാരണം വെച്ചാൽ 1 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം എന്നാണല്ലോ അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസം 30-നുള്ളിൽ ആ റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ തന്നെ അങ്ങയുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് അല്ലേ? അതെ 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 അതെ. ഞാൻ പറ്റ ടയർഡാണ്, നീ വിശന്നിട്ട് പോരാട്ടം തുടരുക. ശ്രീ PV അൻവർ, ഊർജം സമ്പാദിക്കുക. അതെ, വളരെ നന്ദി ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു, തുറന്നടിച്ചു. P ശശിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ പ്രതികരണം ഇന്നാണ് വന്നിരിക്കുന്നത്. ഇന്ന് സുജിത് ദാസിനെതിരെ നടപടിയുണ്ടായ ഘട്ടത്തിലാണ് പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടി കുലുങ്ങി എന്നുള്ള ചർച്ച നമ്മൾ PV അൻവറുമായി നടത്തി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? പാർട്ടി കുലുങ്ങിയിട്ടുണ്ട്. കാരണം നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അല്ലേ ഉണ്ണി സാർ, നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതെ, കാരണം വെച്ചാൽ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാതെ ആ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഒരു യോഗത്തിന്, അത് പ്രത്യേകിച്ച് നേതൃയോഗത്തിന് അവസാനിക്കാൻ കഴിയില്ലല്ലോ. നിശ്ചയമായും സുജയ അത് ചർച്ച ചെയ്യപ്പെടുന്നത്.